മുരളിയേട്ട ഒരു കാര്യം, ബിജെപിയുടെ നിയമസഭ നേതാവിനെ തെരഞ്ഞെടുത്തു കാസർഗോഡ് MLA ആണ്. അങ്ങേപോലെ ഇത്രയും കാലത്ത് എത്തിയിട്ടുണ്ടായ ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആ ചോദിച്ചത് പോയത്? ധാരാളം മുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്താണ് ഞാൻ മന്ത്രിയായത്. എന്നേക്കാൾ മുതിർന്ന നിരവധി നേതാക്കന്മാർ പാർട്ടിയിലുള്ളപ്പോൾ തന്നെ പാർട്ടി എന്നെ MP ആക്കാനും മന്ത്രിയാക്കാനും തീരുമാനിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ താൽപര്യത്തിന്റെ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരിൽ 6 നേതാവായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ഇന്ത്യ സഖ്യത്തിനെതിരായിട്ട് നിയമസഭക്കകത്ത് പോരാടും. ഗോപകുമാർ അദ്ദേഹത്തിന്റെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 137 വേഴ്സസ് 3. അതാണ് നിയമസഭയിൽ. എന്തെങ്കിലും തർക്കം ഉണ്ടായിരുന്നോ ഈ നിയമസഭ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്? ഞങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ച പോലും ചെയ്തു. 6 നേതാവിലും കൊടുക്കും. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജോർജ് വിജയൻ തുടരുമോ അതല്ലെങ്കിൽ കൂടുതൽ പാർട്ടിയുടെ കേന്ദ്ര തീരുമാനമാണ്. അതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ വിജയമുണ്ടായ പശ്ചാത്തലത്തിൽ അതൊക്കെ വിജയമുണ്ടായത് എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഇവിടെ ഇരിക്കുന്ന ഈ പ്രതിപക്ഷ നിരയിൽ നിന്ന് കേന്ദ്രത്തിന്റെ സഹായമല്ലോ കേരളത്തിൽ എത്തിക്കാൻ ശ്രമിക്കും. അതൊരു ഫീസിബിൾ ആവുമോ? എങ്ങനെ ഇപ്പൊ പ്രതിപക്ഷം തന്നെ പറയാം. അപ്പോൾ ആ ഒരു പ്രതിപക്ഷ നിരയിൽ നിന്ന് ഈ കേന്ദ്ര സഹായമല്ലോ കേരളത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമോ? അത് പോസിബിൾ ആവുമോ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ താങ്കളുടെ ഇടപെടലുണ്ടോ? സംസ്ഥാനത്തിന് അനുകൂലമായി കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ എന്നോട് ഇടപെടാൻ ആരും പറഞ്ഞിട്ടില്ല. അല്ല, നാടിനോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ട് നാടിനോടുള്ള പ്രതിബദ്ധത നാടിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്നെ നിയമസഭക്കകത്തും പുറത്തും പ്രവർത്തിക്കും.